ആ വന്നാ ചേച്ചി. ആ അവര് വന്ന് നിക്കേ. ഓട്ടോക്കാണല്ലേ വന്നേ? ഇന്ന് പോണ്ടായിരുന്നോ? പോണായിരുന്നു, ഉച്ചവരെ പോയോളൂ, ഇങ്ങോട്ട് വരണ്ടേ, അതുകൊണ്ട് ഉച്ചവരെ പോയോളേ. ഇതാണല്ലേ അണ്ണൻ? ഇത് തങ്കം, ഞങ്ങളുടെ പെൺപുലിയുടെ പ്രസിഡന്റ്. നമസ്കാരം. പെൺപുലിയെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടേ, ഓണത്തിന് കാണുകയും ചെയ്തു ഞാൻ. ആണല്ലേ? എനിക്ക് പക്ഷെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞാനും ഓർക്കുന്നില്ല. ഇരിക്കണ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം? ഒന്നും എടുക്കണ്ട, ചായ വേണ്ട, ചായ ഒന്നും വേണ്ട. പിന്നെ ഇപ്പോ രണ്ടുപേരെയും കൂടി വിളിച്ചത് എന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഏയ് എന്റെ പൊന്നു വേണം, എനിക്കൊന്നും മനസ്സിലായില്ല. ഇവളും ഞാനായിട്ട് ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഇപ്പൊ വിളിച്ചോണ്ടെന്ന് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യം എന്താണെന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതിന് മാത്രം ഒരു വിഷയം വീട്ടിലുണ്ടായിട്ടില്ല. കണ്ടോ, ഇതാണ് ഇങ്ങേർക്കുള്ള കുഴപ്പം. രാത്രിയായി പേവെള്ളം അടിച്ചിട്ട് വന്ന് വീട്ടിൽ കാണിക്കുന്ന മേളം ഒന്നും പറയണ്ട. എണ്ണ എടുത്തിട്ട് അടി ഉപദ്രവവും. എന്നിട്ട് 24 മണിക്കൂറും ചോദിക്കുന്നത് ഞാൻ എന്തോ ചെയ്തെന്നാ എന്നോട് തന്നെ ചോദിക്കുന്നത്. പേവെള്ളോ? നിങ്ങൾ കേൾക്കണം. അതെ, ഇവിടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നവൻ ഞാനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനാ. അങ്ങനെയുള്ള എനിക്ക് ഇവക്കിട്ട് ഒരെണ്ണം കൊടുക്കാനുള്ള അവകാശം ഉണ്ടായില്ലേ? നിങ്ങൾ പറ. അല്ല പറ. അല്ല ഉണ്ടോന്ന്? അല്ല, ഈ അണ്ണൻ പറയുന്നത് ശരിയാണ്. അണ്ണനാണോ നോക്കുന്നതെല്ലാം? അങ്ങനെയൊക്കെ ചോദിച്ചാ എന്ത് അങ്ങനെ അല്ലേ? നിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആര്? ചേട്ടൻ. പിള്ളേരെ ഫീസ് അടയ്ക്കുന്നത് ആര്? ചേട്ടൻ തന്നെ. വീട്ടിലെ കംപ്ലീറ്റ് കാര്യം ചെലവ് ഞാനല്ലേ നോക്കണത് തന്നെ. പിന്നെ നിന്റെ ഈ മൈക്രോ ഉണ്ടല്ലോ, മൈക്രോ, അതിന്റെ കാശ് അടയ്ക്കുന്നത് ആരാ? ചേട്ടൻ തന്നെ. ഒന്ന് ഉറച്ചു പറ നീ. ചേട്ടൻ തന്നെ. ആ അങ്ങനെ പറ. പിന്നെ ഇവക്കൊരു മുതുക്കി തള്ളയുണ്ട്, തള്ള. അവർക്ക് വേണ്ട തൈലം, കുഴമ്പ് ഇതെല്ലാം വാങ്ങുന്ന ഞാനല്ലേടി? ആണോ? അതെ. വാ തുറന്ന് പറ നീ ആണോ അല്ലേ? ആണ്, അതൊക്കെ ശരിയാ. അങ്ങനെയുള്ള എനിക്ക് ഇവളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അടിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലേ? അറിഞ്ഞൂടെ? എന്തറിഞ്ഞൂടാ? ചേട്ടാ, ആണുങ്ങളെ തരുന്ന അത്ര വലിയ മേന്മയുള്ള കാര്യമൊന്നും അല്ല. അല്ല, പെണ്ണുങ്ങളെ അങ്ങനെ പറഞ്ഞു കൊടുക്കലില്ലേ? അല്ലേ? നിങ്ങൾ ഈ കൊതിയും നുണയൊക്കെ പറയുന്ന പെണ്ണുങ്ങളല്ലേ? നിങ്ങളെല്ലാം അങ്ങനെ പറയൂ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. അതെ. എന്ത്? പിന്നെ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ പെൺപുലി എന്ന് പറഞ്ഞാല് ഒരു ഇതുള്ള സംഘടനയാണ്. അതിനകത്തുള്ള കാര്യങ്ങൾ നല്ല അച്ചടക്കത്തോടു കൂടി ചെയ്യണം. ഞങ്ങളുടെ ഒരു മെമ്പറിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ അത് കൈയും കെട്ടി നോക്കിയിരിക്കൂല. എന്തോ ചെയ്യും? നിങ്ങളൊരു കാര്യം എടുത്ത് തലയിലോട്ട് വെച്ചോ. കണ്ടോ, ഇതാണ് ഇങ്ങേർക്കുള്ള കുഴപ്പം. എനിക്ക് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അതെ ചേട്ടാ, ഞങ്ങൾക്കും ഒക്കെ ഭർത്താക്കന്മാരുണ്ട്. അവര് ഞങ്ങൾ ആരെയും തല്ലുക, ഈച്ചി പോന്ന് വർത്താനം പറയുകയോ ചെയ്യാറില്ല. അതെ, അവർക്ക് നട്ടലില്ലാത്തോണ്ടാ. എനിക്ക് നട്ടലുണ്ട്. ഇവളെ തല്ലും ഇടിക്കും കൊല്ലും. നിങ്ങളാരും അത് ചോദിക്കേ? അങ്ങനെയാണെങ്കിൽ അടിക്കുന്നത് ഒന്നും വേണ്ട. എന്ത് വേണ്ട? എടി ആവശ്യമില്ലാതെ വീട്ടിൽ കിടന്ന് ഈ അരി ഇന്ന് വീർത്തിരിക്കണ ഇവരെ മുമ്പിലാണ് നീ എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ല, അറിഞ്ഞാത്തോണ്ട് ചോദിക്കുകയാണ്. അന്തസ്സുള്ള ഒരാളെ മുമ്പിൽ വിളിച്ചോണ്ട് വരാത്ത കോംപ്രമൈസിന് എന്ത് പോവാന്ന്? ഒരു കാര്യം പറഞ്ഞേക്കാം, മിനിയുടെ മേത്ത് കൈവെക്കരുത്. അതെ, നിങ്ങൾ വെറുതെ പ്രശ്നം വേണ്ട. ഇങ്ങനെ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. അതിന് മാറ്റം ഒന്നും വേണ്ട. ഇനി മേലാല് ഇവളുമാരെ കൂടെ നിന്നെ കണ്ട ഇല്ല, നിന്റെ അവസാനമായിരിക്കും. നീ നടാങ്ങോട്ട്. ഒരു പെൺപുലി സംഘം, ആണുങ്ങളെ പേടിയില്ലാത്ത ഒരു പെൺപുലി സംഘം. നടാടി. ഇന്ന് ഫിറ്റായി ഞാൻ നിന്നെ ഇന്ന് വെച്ചിട്ടുള്ളത്. നിനക്ക് വേറെ ആരടുത്ത് കൊണ്ടുവരാൻ കിട്ടിയില്ലല്ലോ നിനക്ക്. ഈ പീത്തളടുത്താണ് നീ എന്നെ കൊണ്ടുവരുന്നത്. നിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്നെ എന്ത് ചെയ്ത്? അല്ല, ഞാൻ അറിയാത്തോണ്ട് നിന്നെ എന്ത് ചെയ്യുന്നതാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ? ഇപ്പൊ ഷാഗയ്ക്കൊന്നും പറയാനില്ലേ? ഷാഗ ഒന്നും വാതുറന്നില്ലല്ലോ. മൊത്തം ഈ ശിഖരമാണല്ലോ കേട്ടത്. ഞാനും പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറഞ്ഞ്? ഇടക്കിടക്ക് ഇതല്ലേ പറഞ്ഞത് ചേച്ചി? വേറെ വല്ലതും പറഞ്ഞാ?